ഹായ് ഹലോ വെൽക്കം ടു അറിവോള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. വ്യവഹാര സിദ്ധാന്തത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തോണ്ടേക്കിന്റെ പഠന സിദ്ധാന്തത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള എഡ്വേർഡ് തോണ്ടേക്കാണ് ഈ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വ്യവഹാരവാദ ശാഖയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണിത്. പഠനം എന്നത് ജീവികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റപരമായ മാറ്റങ്ങളാണെന്നും അത് ചോദകങ്ങളും പ്രതികരണങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പ്രധാനമായിട്ടും രണ്ട് ആശയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയും. ഈ ചിത്രത്തിൽ ഇപ്പം കാണിക്കുന്നത് എന്താണെന്നുള്ളത് ലളിതമായിട്ടൊന്ന് പറഞ്ഞുതരാം. തോണ്ടേക്ക് ഒരു പൂച്ചയെ ഒരു പസിൽ ബോക്സിൽ അടച്ചിരുന്നു. ബോക്സിന് പുറത്തായിട്ട് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മീൻ വെക്കുന്നു. ഭക്ഷണം കാണുന്ന പൂച്ച പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ആ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന രീതിയിൽ പൂച്ചക്ക് വാതിൽ എങ്ങനെ തുറക്കണം എന്നുള്ളത് അറിയില്ല. അത് എന്ത് ചെയ്യുന്നു, പല ശ്രമങ്ങളും നടത്തുന്നത്. അത് ചാടി നോക്കുന്നുണ്ട്, മാന്തി നോക്കുന്നുണ്ട്, തള്ളുകയും അങ്ങനെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ്, ഇവയിൽ പലതും എന്താണ്, എറേഴ്സാണ്, പരാജയമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പല ശ്രമങ്ങൾക്കൊടുവിൽ അബദ്ധത്തിൽ ഒരു ലിവർ അല്ലെങ്കിൽ ഒരു കയറമർത്തുന്നു. ഉടൻ വാതിൽ തുറക്കുകയും പൂച്ച പുറത്തു വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും അതേ ബോക്സിൽ പൂച്ച ഇടുന്നു. ആദ്യം ചെയ്തതുപോലെ അധികം പിശകുകളൊന്നുമില്ലാണ്ട്, അധികം എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് മുമ്പ് അഴിച്ച അനുഭവം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വേഗത്തിൽ ലിവർ അമർത്തുന്നു. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പലതവണ ആവർത്തിക്കുമ്പോൾ പൂച്ച നേരിട്ട് ലിവർ അമർത്തി പുറത്തു വരുന്നു. എറേഴ്സ് കുറയുകയും ശരിയായ പ്രതികരണം മാത്രം ശേഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഇതിലൂടെ നിഗമനം, എന്താണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, പഠനം എന്നത് ശ്രമത്തിലൂടെയും അതുപോലെ ഇറേഴ്സിലൂടെയും ശരിയായ പ്രതികരണം കണ്ടെത്തുന്ന പ്രക്രിയയാണ്. ഒരു ദൈനംദിന ഉദാഹരണം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴുന്നു. അതെന്താണ്, എറേഴ്സാണ്. പിന്നെ എന്ത് ചെയ്യണം, അവിടെ നിർത്തുന്നുണ്ടോ, ഇല്ല, നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ ബാലൻസ് കിട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ദൈനംദിന ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്, അഥവാ ശ്രമപരാജയ സിദ്ധാന്തം. പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. എന്താണ് സിദ്ധാന്തത്തിന്റെ പേരെന്താണ്, ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരാണ്, എഡ്വേർഡ് തോണ്ടേക്ക്. ഈ തോണ്ടേക്കിന്റെ പരീക്ഷണ ജീവി ഏതാന്ന് ചോദിക്കും. ഏതാണ്, പൂച്ച, കാറ്റാണ് ഉത്തരം വരുന്നത്. അതുപോലെ ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ പസിൽ ബോക്സ്. ഇത് അധികം അങ്ങനെ ഈ ഒരു രീതിയിൽ ചോദിച്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ എങ്ങനെ ഒന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രധാന ആശയം എന്താണ്, റിപ്പീറ്റഡ് ട്രയൽസ് റെഡ്യൂസസ് എറേഴ്സ് ആൻഡ് സ്ട്രെങ്തൻ ദ കറക്റ്റ് റെസ്പോൺസ്. ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പിശകുകൾ അഥവാ എറേഴ്സ് കുറക്കുകയും ശരിയായ പ്രതികരണം ശക്തമാക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് ഓർമ്മിച്ച് വെക്കാനുള്ളത്. മനഃശാസ്ത്രത്തിൽ പഠനത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവഹാരവാദ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന് ബോൺ തിയറിയും എന്ന് പറയും. എന്താണ് ഇതിനിപ്പോൾ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് നോക്കുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ജീവിയുടെ ചുറ്റുമുള്ള എന്ന് വെച്ചാൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ചോദകം, സ്റ്റിമുലസ് എസ് എന്ന് അതിലിപ്പോൾ സൂചിപ്പിക്കും. ആ ചോദകത്തിന് മറുപടിയായി ജീവി നടത്തുന്ന പ്രതികരണവും റെസ്പോൺസ്, അതിലിപ്പോൾ ആറെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് തമ്മിലുള്ള ഇപ്പോൾ ഈ എസും ആറും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും SR ബന്ധം എന്നതിനും പറയും. ഇത് ചോദക പ്രതികരണ ബന്ധത്തെ SR ബന്ധം എന്ന് എന്ത് ചെയ്യും, ഇതിന് വിളിക്കും ഈ ഒരു ബോണ്ടിനെ. എങ്ങനെയാണ് ഇപ്പോൾ ഈ സംബന്ധ സിദ്ധാന്തം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം പ്രധാനമായിട്ടും SR ബന്ധത്തിൻ്റെ രൂപവത്കരണം എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ജീവി തൻ്റെ മുന്നിലുള്ള ഒരു സ്റ്റിമുലസിനോട് ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമായിരിക്കും. എന്ത് ചെയ്യും, അതിനോട് നമ്മൾ റെസ്പോൺസ് ചെയ്യും. ആ റെസ്പോൺസ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ പ്രതികരണവും ചോദകവും തമ്മിൽ എന്ത് ചെയ്യും, തലച്ചോറിലും നാഡീവ്യവസ്ഥയിലും തമ്മിൽ ഒരു ബന്ധം. ഇപ്പം നമ്മൾ എന്തൊരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ടൈമിൽ ആ ടൈമിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും. ഇപ്പം ഈ ചോദകം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ എന്താണ്, ഇപ്പം ഈ SR ബന്ധം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും അതിലൂടെ നമ്മളൊരു സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു, ആ പ്രവർത്തനം നമുക്ക് അതൊരു ശീലമായിട്ട് മാറുന്നു. ബന്ധം എന്ത് ചെയ്യും, ഒന്നുകൂടി ശക്തിപ്പെടുത്തും. അതിനാണ് ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇപ്പോൾ തെറ്റായ പ്രതികരണങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ഫലം ലഭിക്കാതെ വരുന്ന ടൈമിൽ എന്താണ്, അത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കുകയും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ത് ചെയ്യും, നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യും. ആ SR ബന്ധം എന്ത് ചെയ്യും, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ആ ബന്ധം എന്ത് ചെയ്യും, മെല്ലെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനാണ് ഹാബിറ്റ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കി നോക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നത്.
ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, അതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ എസ് ആർ ബന്ധം എന്താണെന്നുള്ളത്. സംബന്ധ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ അല്ലെങ്കിൽ 3 ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ 3 നിയമങ്ങളുണ്ട്. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോ ഓഫ് റിഡിനസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ഇതിലിപ്പോൾ ഒന്നാമതാണ് ഈ ലോ ഓഫ് റിഡിനസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ഇപ്പോൾ പഠനത്തിന് ജീവി ശാരീരികമായിട്ട് മാനസികമായിട്ട് സജ്ജമായിരിക്കുക, അതാണ് ലോ ഓഫ് റിഡിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. അഭ്യാസം ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ട് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിരിക്കുന്ന ടൈമിൽ എസ് ആർ ബന്ധം എന്താവുന്നു, ശക്തിപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സെയിം കാര്യം തന്നെ. ആവർത്തിക്കാതിരുന്നാൽ അതെന്ത് ചെയ്യുന്നു, ദുർബലമാകുന്നു. ഇപ്പം ഹാബിറ്റും അതുപോലെ പിന്നെ തന്നെ ഹാബിറ്റ് എലിമിനേഷനും, അത് രണ്ടുമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. പിന്നുള്ളതാണ് ഫലനിയമം, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ഒരു പ്രതികരണത്തിന്റെ ഫലം സന്തോഷകരമാണെങ്കിൽ എസ് ആർ ബന്ധം ബലപ്പെടുകയും ആ പ്രതികരണം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഇതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. സോ ടിൽ ദെൻ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.